നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാരുടെ സ്വഭാവ വിശകലനമാണ്. ജ്യോതിഷശാസ്ത്രത്തിൽ 27 നക്ഷത്രങ്ങളിൽ 13ാമത്തേതാണ് അത്തം നക്ഷത്രം. ഭാരതീയ ജ്യോതിഷത്തിലെ ചന്ദ്രമാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നക്ഷത്ര ഗണനയിൽ കന്നിരാശിയിൽ 10 ഡിഗ്രി മുതൽ 27 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം പ്രായോഗികതയുടെയും കരവിരുതിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അത്തനക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷങ്ങൾ, ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, ഭാഗ്യ നിർഭാഗ്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇതിൽ. അത്തം നക്ഷത്രത്തിന്റെ ഭരണം നിർവഹിക്കുന്നത് ചന്ദ്രനാണ്. എന്നാൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ബുധൻ അധിപനായ കന്നിരാശിയിലാണ്. വികാരങ്ങളുടെയും മനസ്സിന്റെയും കാരകനായ ചന്ദ്രനും ബുദ്ധിശക്തിയുടെയും പ്രായോഗികതയുടെയും കാരകനായ ബുധനും ഈ നക്ഷത്രത്തിൽ ഒത്തുചേരുന്നു. ഈ ഗ്രഹസങ്കലനം അത്തം നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു വ്യക്തിത്വം നൽകുന്നു. ഇവർ ഒരു വശത്ത് അത്യധികം വൈകാരികവും സംവേദനക്ഷമവുമാകുമ്പോൾ മറുവശത്ത് യുക്തിസഹവും വിശകലനപരവുമായ കാര്യങ്ങളെ സമീപിക്കുന്നത്. അത്തം നക്ഷത്രത്തിന്റെ ചിഹ്നം കൈപ്പത്തി അല്ലെങ്കിൽ അടച്ചുപിടിച്ച മുഷ്ടി എന്നതാണ്. ഇത് പ്രായോഗികതയായ കഴിവിനെയും കാര്യങ്ങളെ കൈപ്പത്തിയിൽ ഒതുക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു. മനുഷ്യന്റെ പ്രവൃത്തിയുടെയും നിർമ്മാണത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കൈകൾ എന്നത്. അത്തം നക്ഷത്രക്കാർക്ക് പ്രായോഗിക ജോലികളോടുള്ള സാമർഥ്യത്തെ ഇത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നക്ഷത്രനാഥൻ ചന്ദ്രൻ, രാശാധിപൻ ബുധൻ, അതിദേവത സവിതാവ് സൂര്യന്റെ ഒരു രൂപമാണ്. രാശി കന്നി, ഗണം ദേവഗണം, പ്രതീകം കൈപ്പത്തി, യോനി മഹിഷം അതായത് പോത്ത്, പക്ഷി കാക്ക, വൃക്ഷം അമ്പഴം, ഭൂതം ഭൂമി. അത്തം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ സാധാരണയായി ശാന്തമായ സ്വഭാവത്തോടും ആകർഷകമായ പുഞ്ചിരിയോടും കൂടിയാണ് കാണപ്പെടുന്നത്. ഇവരുടെ വ്യക്തിത്വത്തിൽ സഹിഷ്ണുതയും കഠിനാധ്വാനവും ഒരുപോലെ ഇഴചേർന്ന് വരുന്നു. സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരും കുലീനമായ പെരുമാറ്റമുള്ളവരുമായിരിക്കും ഇവർ. പോസിറ്റീവ് ഗുണങ്ങൾ. അത്തം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ അധ്വാനശീലമാണ്. ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ്. ഇവർക്ക് മിദാസ് ടച്ച്, അതായത് അവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ മനോഹരമായും വിജയകരമായും പൂർത്തിയാക്കാൻ ഒരു പ്രത്യേക ജന്മസിദ്ധമായ കഴിവുണ്ട് എന്നതാണ്. കരകൗശല ബുദ്ധിയും സൂക്ഷ്മമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനുള്ള കഴിവും അത്തം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. മറ്റുള്ളവരുടെ മാനസികാവസ്ഥ അവരുടെ ശാരീരിക ഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് പ്രത്യേക വൈഭവമുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധരായ ഇവർ തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. വിദ്യാസമ്പന്നരും പ്രായോഗിക അറിവുമുള്ളവരുമായ ഇവർ മികച്ച ഉപദേശകരായും തർക്കങ്ങൾ പരിഹരിക്കുന്നവരായും തിളങ്ങുന്നുണ്ട്. വെല്ലുവിളി ഉയർത്തുന്ന സ്വഭാവങ്ങൾ. അത്തം നക്ഷത്രക്കാരുടെ പ്രധാന ദോഷമായി ജ്യോതിഷം ചൂണ്ടിക്കാണിക്കുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനുള്ള പ്രവണതയാണ്. തങ്ങളുടെ ജീവിത പങ്കാളിയിലോ സഹപ്രവർത്തകരിലോ കുറ്റങ്ങൾ കണ്ടെത്താൻ ഇവർ അമിതമായി ശ്രദ്ധിക്കാറുണ്ട്. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. അമിതമായ വിമർശന ബുദ്ധിയും പരിഹാസരൂപേണയുള്ള സംസാരവും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഏതു കാര്യത്തിലും ധൃതി കാണിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ. തന്നിഷ്ടവും വാശിയും എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും ഇവരെ ദോഷങ്ങളിൽ എത്തിക്കാറുണ്ട്. തങ്ങളുടെ അഭിപ്രായത്തിന് മറ്റുള്ളവർ പ്രാധാന്യം നൽകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഇവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതവരെ പ്രകോപിതരാക്കാനും ഇടയുണ്ട്. അമിതമായ പെർഫെക്ഷനിസം മൂലം സ്വയം സമ്മർദ്ദത്തിലാകുന്ന പ്രവണതയും ഇവർക്കുണ്ട്. പെണ്ണത്തം പൊന്നത്തം. സ്ത്രീ നക്ഷത്രങ്ങളിൽ ഏറ്റവും ഭാഗ്യമായി കരുതപ്പെടുന്ന ഒന്നാണ് അത്തം. പെണ്ണത്തം പൊന്നത്തം എന്ന ചൊല്ല് ഈ നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ഐശ്വര്യത്തെയും പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞിവർ ചെല്ലുന്ന വീട്ടിൽ വലിയ സമ്പത്തും ഐശ്വര്യം കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾ കുലീനമായ പെരുമാറ്റമുള്ളവരും ലജ്ജാലുക്കളുമായിരിക്കും. അവർക്ക് മുതിർന്നവരോട് വലിയ ബഹുമാനവും എങ്കിലും മറ്റുള്ളവർ തന്നെ നിയന്ത്രിക്കുന്നതിലോ ശാസിക്കുന്നതിലോ ഇവർ ഇഷ്ടപ്പെടുന്നുമില്ല. ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും വലിയ സ്നേഹവും പരിഗണനയും ഇവർക്ക് ലഭിക്കാറുണ്ട്. സാധാരണയായി സമ്പന്നമായ കുടുംബങ്ങളിലേക്കായിരിക്കും ഇവരുടെ വിവാഹം നടക്കുക. അതിനാൽ സാമ്പത്തിക പരാധീനതകൾ ഇവരെ കാര്യമായി ബാധിക്കാറില്ല. ഇവർ നല്ലൊരു ഗൃഹനാഥയായി കുടുംബം ഭരിക്കുകയും മക്കളെ നല്ല നിലയിൽ വളർത്തുകയും ചെയ്യുന്നു. അത്തം നക്ഷത്രക്കാർക്ക് ബുധന്റെയും ചന്ദ്രന്റെയും സ്വാധീനമുള്ളതിനാൽ ഇവർ വിദ്യയിൽ മിടുക്കരായിരിക്കും. സൂക്ഷ്മമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട ഏത് മേഖലയിലും ഇവർക്ക് വിജയിക്കാൻ സാധിക്കും. പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് തൊഴിൽ മേഖലയിൽ ഇവർ വലിയ മുന്നേറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രം. ഡോക്ടർമാർ, ഗൈനക്കോളജിസ്റ്റുകൾ, സർജർമാർ, ഫാർമസിസ്റ്റുകൾ, തെറാപ്പിസ്റ്റുകൾ എന്നിവയിലാണ് ഇവർ തിളങ്ങാൻ സാധ്യത. കരിയർ ബിസിനസ് മേഖലകളിൽ ബാങ്കർമാർ,
ഫിനാൻഷ്യൽ മാനേജർമാർ, ബിസിനസ് ഉടമസ്ഥർ, PR ഓഫീസർമാർ എന്നിവയിലും കലകളിൽ സംഗീതം, നൃത്തം, ശില്പകല, തയ്യൽ, ഡിസൈനിങ്, അഭിനയം എന്നിവയും സാങ്കേതികവിദ്യ, IT സ്പെഷ്യലിസ്റ്റുകൾ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഭരണം, നിയമം എന്നിവയിൽ ജഡ്ജിമാർ, വക്കീലന്മാർ, ഭരണാധികാരികൾ, പോലീസ്, മിലിറ്ററി എന്നിവയിലും സേവന മേഖലകളിൽ അധ്യാപകർ, കൗൺസിലർമാർ, ടൂർ മാനേജിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് എന്നിവയിൽ ഇവർ തിളങ്ങാനാണ് സാധ്യത. തൊഴിൽ രംഗത്ത് 30 വയസ്സ് വരെ അല്പം അനിശ്ചിതാവസ്ഥകൾ അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാവാം. എന്നാൽ 30 മുതൽ 42 വയസ്സ് വരെയുള്ള കാലയളവ് ഇവരുടെ കരിയറിലും ഏറ്റവും മികച്ച സമയമായിരിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം വൈകിയാണെങ്കിൽ ഇവർക്ക് ലഭിക്കും. പ്രായം കൂടുന്തോറും ഇവരുടെ സമ്പാദ്യശീലം വർദ്ധിക്കുകയും 64 വയസ്സിൽ വലിയ ധനസമ്പാദനവും നടത്തുകയും ചെയ്യും. അത്തം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. പുരുഷന്മാർ വീട്ടുകാര്യങ്ങൾ നന്നായി ഇടപെടുകയും ഭാര്യയോട് സ്നേഹവും ബഹുമാനവും പുലർത്തുകയും ചെയ്യുന്നവരാണ്. പങ്കാളിയുമായി ചിലപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം ഉള്ളതിനാൽ അവ വേഗത്തിൽ പരിഹരിക്കപ്പെടും. പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ജാതകപൊരുത്തം നോക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് വളരെ അത്യാവശ്യമാണ്. വിവാഹ ജീവിതത്തിൽ അച്ചടക്കവും വിശ്വാസ്യതയും ഇവർ ആഗ്രഹിക്കുന്നവരാണ്. മക്കളോട് അമിതമായ വാത്സല്യം കാണിക്കുന്നവരാണ് ഇവർ. സമാന ചിന്താഗതിയുള്ള സുഹൃത്തുക്കളെ കണ്ടെത്താനും ഇവർ വിജയിക്കുന്നു. അത്തം നക്ഷത്രക്കാർക്ക് വാതദോഷം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളതായി പറയുന്നുണ്ട്. ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകും. ഉദരരോഗങ്ങൾ, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം എന്നിവയിൽ ജാഗ്രത പാലിച്ചാൽ മതി. പതിവായ വ്യായാമം, യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ധ്യാനം ചെയ്യുന്നത് ഉത്തമമാണ്. പ്രായമേറുമ്പോൾ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ചികിത്സാ രീതികൾ പ്രയോഗിക്കാവുന്നതാണ്. അത്തം നക്ഷത്രത്തെ 4 പാദങ്ങളായി വിഭജിച്ചിരിക്കുന്നു. 1-ാം പാദം മേട നവാംശം. ഈ പാദത്തിൽ ജനിച്ചവർക്ക് അമിതമായ ഊർജവും കായികമായ സാമർഥ്യം ഉണ്ടായിരിക്കും. ഇവർ ചിലപ്പോൾ തന്ത്രപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാം. 2-ാം പാദം ഇടവം നവാംശം. ഈ പാദത്തിൽ ജനിച്ചവർ ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുള്ളവരും പ്രായോഗിക ബുദ്ധിയുള്ളവരുമായിരിക്കും. ഇവർ സത്യസന്ധത കൂടുതലുള്ളവരാണ്. 3-ാം പാദം മിഥുനം നവാംശം. ബുധന്റെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ള പാദമാണിത്. ഈ പാദക്കാർ മികച്ച ബിസിനസ്സുകാരും പ്രൊഫഷണലുകളായിരിക്കും. അവർ നല്ല സംസാരശേഷിയും ബുദ്ധിശേഷിയും ഉള്ളവരാണ്. 4-ാം പാദക്കാർ കർക്കിടക നവാംശത്തിലാണ് പെടുന്നത്. ചന്ദ്രന്റെ സ്വാധീനത്തിൽ വരുന്ന ഈ പാദക്കാർ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. കുടുംബത്തിലെ ഐശ്വര്യത്തിനും സാമ്പത്തിക സുരക്ഷിതത്വത്തിനും ഇവർ ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രകൃതിദത്തമായ ചില ഭാഗ്യങ്ങളും അതേസമയം തന്നെ ചില കഠിനമായ വെല്ലുവിളികളും ഉണ്ടാകാനിടയുണ്ട്. ഭാഗ്യങ്ങൾ: കഠിനാധ്വാനത്തിലൂടെ തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ വിജ്ഞാനവും സത്യസന്ധതയും മൂലം സമൂഹത്തിൽ ഉയർന്ന പദവിയിലും ആദരവും ലഭിക്കും. കൈകൾ കൊണ്ട് ചെയ്യുന്നത് ഏത് കാര്യത്തിൽ ഇവർക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് തയ്യൽ, സംഗീതം, ശസ്ത്രക്രിയ. പൊതുവെ സമാധാനമുള്ള ദാമ്പത്യവും കരുതലുള്ള പങ്കാളിയും ഇവരുടെ ഭാഗ്യമായി കരുതുന്നു. വെല്ലുവിളി: 30 വയസ്സ് വരെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വ്യക്തതയില്ലായ്മയും പ്രതിസന്ധികളും നേരിടാം. അനാവശ്യമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് മൂലം ബന്ധങ്ങൾ വഷളാകാനുള്ള സാധ്യതയുമുണ്ട്. ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാവതാരങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ അത്ര ഗുണകരമായിരിക്കുകയുമില്ല. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള വ്യഗ്രത മൂലം അബദ്ധങ്ങളിൽ ചെന്നപ്പെടാനും സാധ്യതയുണ്ട്. വിഘ്നങ്ങൾ മാറുന്നതിന് നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ മാനസിക സമാധാനവും ബന്ധങ്ങളിൽ ഐക്യവും ഉണ്ടാക്കും. രാശാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ്സിൽ വിജയിക്കുന്നതിനും സഹായിക്കും. സൂര്യ ആരാധന: നക്ഷത്ര ദേവതയായ സവിതാവിനെ പ്രീതിപ്പെടുത്തുന്നത് സൂര്യോദയ സമയത്ത് സൂര്യനെ വന്ദിക്കുന്നതും ഉത്തമമാണ്. വിഘ്നങ്ങൾ മാറുന്നതിനായി ഗണപതിയെ ഭജിക്കുന്നത് എപ്പോഴും ഗുണകരമായ കാര്യമാണ്. അത്തം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രമാണ്. പാണ്ഡവരിലെ സഹദേവൻ പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അത്തം നക്ഷത്രക്കാർക്ക് ശാന്തിയും അഭിവൃദ്ധിയും നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുത്തെ അത്ഭുത നാരായണൻ എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ തടസ്സങ്ങളും നീങ്ങാൻ സഹായിക്കും.